അങ്ങനെ പോയാലിമല കണ്ടിറങ്ങി. ഇനി അടുത്തത് പാണിയലിപ്പോരിലേക്കാണ്. മലയിറങ്ങിയപ്പോൾ കുടിച്ച നാരങ്ങ വെള്ളം ദാഹത്തിന് അല്പം ശമനം തന്നിരുന്നെങ്കിലും വിശപ്പെന്ന അസുഖം ഞങ്ങളെ കലശലായി പിടികൂടിയിരുന്നു. ഏറെ നേരം അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ വീട്ടിലെ ഊണ്. ഉള്ളത് പറയണമല്ലോ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു അവിടുത്തേത്. പ്രവി കഞ്ഞിയും ഞാനൊരു ഊണുമാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. യാത്രയിലായിരുന്നിട്ട് കൂടി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു പ്രതീതിയായിരുന്നു അവിടെ. വയറ് നിറഞ്ഞതോടുകൂടി ചെറിയൊരു പാട്ടൊക്കെ പാടി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നിടുന്ന വഴികളിലൊന്നും തിരക്കുമില്ല, വെയിലുമില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോയിലുള്ള യാത്ര സുഖകരമായിരുന്നു. പാണിയലിപ്പോരടുക്കവേ എല്ലാ പറമ്പുകളിലും ഇലക്ട്രിക് ഫെൻസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം തന്നെയായിരിക്കാം കാരണം. അധികം വൈകാതെ ഞങ്ങൾ പാണിയലിപ്പോരെത്തി. ഇവിടെ ബസ്സുകൾക്കും കാറുകൾക്കും അടക്കം എല്ലാ വാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിലവിൽ ക്യാഷ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമേ ടിക്കറ്റ് എടുക്കുന്നിടത്ത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ പതുക്കെ അകത്തേക്ക് നടന്നു. വെയിലിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നിയില്ല. പോരിലേക്ക് പോകുന്ന വഴിയിലെല്ലാം ആന ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫെൻസുകൾ പാതയുടെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഇത്രയും വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നതിൻ്റെ പ്രധാന ക്രെഡിറ്റ് പോകുന്നതെല്ലാം ഈ ചേച്ചിമാർക്കാണ്. ഊഞ്ഞാലും ഏറുമാടങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവയെല്ലാം ഉപയോഗിക്കുന്നതിന് നിലവിൽ വിലക്കുണ്ട്. ഏറുമാടത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. കണ്ട പാറപ്പുറത്തും മരത്തിൻ്റെ മുകളിലും എല്ലാം പ്രവി വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോരിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ദൂരെയുള്ള മലനിരകളും തെളിഞ്ഞ ആകാശവും കളകളാരവത്തോടെ ഒഴുകുന്ന നദിയും കണ്ണിന് നൽകുന്ന കുളിർമ ചെറുതൊന്നുമല്ല. ശാന്തമായി ഒഴുകുന്ന ഈ നദിയിൽ ഈ ചൂടത്ത് ആർക്കായാലും ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും. പക്ഷേ ആ ഒരു സാഹസത്തിന് ആരും മുതിരാതിരിക്കുക. കാരണം പുറമേ നിന്ന് നോക്കിയാൽ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയായിട്ട് തോന്നുമെങ്കിലും നദിയുടെ അടിത്തട്ടിൽ വലിയ ഗർത്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നിരാശരാവേണ്ട കാര്യമില്ല. കാരണം ഗാർഡുകളുടെ അനുവാദത്തോടുകൂടി നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ പാണിയലിപ്പോരിലുണ്ട്. ഒരു തോർത്തും ബർമൂടയും എടുക്കാഞ്ഞത് വലിയ നഷ്ടമായി എന്നത് പോരെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നല്ല തെളിഞ്ഞ വെള്ളവും സുഖകരമായ ഒരു അന്തരീക്ഷവും. ഉടുത്തു മാറാൻ വേറെ വസ്ത്രങ്ങളൊന്നും കയ്യിൽ കരുതാഞ്ഞതുകൊണ്ട് വെള്ളത്തിലിറങ്ങാനായില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കാലെടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് ഫോട്ടോസും എടുത്ത് തിരികെ പോരേണ്ടതായിട്ട് വന്നു. മുട്ടോളം മാത്രമേ ഈ പ്രദേശങ്ങളിൽ വെള്ളമുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ധൈര്യമായി ഇറങ്ങാം. 4:45 വരെ മാത്രമാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനാവുകയുള്ളൂ. 4 മണിയോടുകൂടി എൻട്രിയും അവസാനിപ്പിക്കും. ഞങ്ങൾ ഏകദേശം 4:30 തിരിച്ചു പോകാനായിട്ട് ആരംഭിച്ചു. അപ്പോഴേക്കും മഴയും എത്തി. പ്രവിയുടെ ബാഗിൽ ലാപ്ടോപ്പ് ഉള്ളതിനാൽ മഴ കനത്തു കഴിഞ്ഞാൽ പണിയാകുമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഒരു ചായയും കുടിച്ച് മടക്കയാത്ര ആരംഭിച്ചു.